ഇതിൽ നമ്മൾ നോക്കുന്ന അൾട്ര ബാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് ജസ്റ്റ് നമ്മൾ എക്സിസ്റ്റിംഗ് പ്ലാനിന് നമ്മൾ അൾട്രയ്ക്ക് മാറ്റിക്കണം. നമ്മൾ ജസ്റ്റ് നോക്കി നോക്കാം. ഇതിൻ്റെ വിൻഡോയിൽ തന്നെ മാറ്റാം. കണ്ടോ, ഇതിൽ പിന്നെ അൾട്ര എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ബാരിയർ വെച്ചില്ല, ബാരിയർ വരും. പിന്നെ സ്റ്റാർട്ട് റൂട്ടിൻ്റെ താഴെ നോട്ടിഫൈ ഓൾ റൂട്ട് എന്നുള്ളതാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 നോട്ടിഫിക്കേഷൻ പേജ് വരുന്നത്. ഈ സാധനം റൂട്ട് 1 അവിടെ സ്റ്റുഡൻറ്റിൽ, രണ്ടാമത്തെ റൂട്ടിൽ എന്താണ് ഇത് നമ്മൾ രാവിലെ എന്ത് ചെയ്യും, നോട്ടിഫൈ ഡ്രോപ്പ് എന്ന സാധനം കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ഈവനിങ് സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാ ഗാർഡിയൻസിനും ഒറ്റ ടൈമാണ് മെസ്സേജ്. ആ റൂട്ടിൽ പോകുന്ന, അപ്പോൾ റൂട്ട് 2 പോകുന്ന എല്ലാ സ്റ്റുഡൻറ്റിൻ്റെ ഗാർഡിയൻസിനും മെസ്സേജ് കിട്ടിയത് വണ്ടിയിൽ നിന്ന്, വണ്ടി കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് അപ്പോൾ വരും. പിക്കപ്പ് കൊടുക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. പിന്നെ ഡ്രോപ്പ് എന്തിനാണ്, നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തു കുട്ടീനെ അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളൊരു മെസ്സേജാണിത്, ഡ്രോപ്പ് മെസ്സേജ്. ഈ 4 മെസ്സേജാണ് നമുക്ക് ഇവിടെ വരിക. ഇതിൽ റൂട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്താൽ നമുക്ക് ആ മെസ്സേജ് ഒന്ന് വരും. ഇത് നോ റൂട്ടാണ്. അപ്പോൾ നമ്മൾ റൂട്ട് 1 ആഡ് ചെയ്തു, സേവ് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. കുട്ടീനെ എന്ത് ചെയ്തു, നോട്ടിഫൈ പിക്കപ്പ് കൊടുത്തു. അത് നമുക്ക് മെസ്സേജ് വന്നു, പിക്കപ്പ് ചെയ്ത് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത കുട്ടീൻ്റെ പോയി അവസാനം എന്തായി, ട്രിപ്പ് കഴിഞ്ഞു, ഫിനിഷ് ട്രിപ്പായി. ഇത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി കുട്ടികളെ വിടുകയാണ്. റൂട്ട് 1 കൊണ്ടുപോയിട്ട് കുട്ടികൾ എന്താണ് സ്കൂളിൽ കുട്ടീനെ വിട്ടു. അപ്പോൾ എന്തായി, ഗാർഡിയൻസിന് മെസ്സേജ് പോയി. അപ്പോൾ എന്തായി, ഗാർഡിയൻസിന് മെസ്സേജ് വന്നത് കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ടു. അപ്പോൾ എന്തായി, 2 മെസ്സേജ്, രാവിലെ എടുത്ത മെസ്സേജ് വന്നു, കുട്ടീനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത മെസ്സേജ് വന്നു. സെയിം തന്നെയാണ് അടുത്ത് വരുന്നത്. കുട്ടീനെ നമ്മൾ സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നു, മെസ്സേജ് പോകുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ എന്തായി, സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്തു എന്നായി. ഇവിടെ വരുമ്പോൾ പിന്നെ വീട്ടിൽ ഇറക്കുമ്പോൾ നമുക്ക് എന്തായി, പിക്കപ്പ് സ്കൂളിൽ നിന്ന് എടുത്തു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തായി, ആ ഒരു മെസ്സേജ്. ഇനി അടുത്ത മെസ്സേജ് നമ്മൾ കുട്ടീനെ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴടുത്താണ് ഈ മെസ്സേജ്. അപ്പോൾ 4 മെസ്സേജാണ് അൾട്രയിൽ വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ സെയിമാണ്. പിന്നെ ഇതിൽ നമ്മൾ അൺപെയ്ഡ് ഇൻവോയ്സസിൽ ഇതിൽ നമ്പർ കൊടുത്തത് ഓക്കെ 82 ഇതിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിനും കൂടി ആഡ് ചെയ്യും, അന്നത്തെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും. സ്റ്റുഡൻറ്റ് 5 കൊടുത്തു, സ്കൂൾ കൊടുത്തു, 5ാം ക്ലാസ് നഴ്സറി. ഈ നമ്പർ തന്നെ കൊടുക്കുന്നത് ഇതിലാണ് ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ടെസ്റ്റിംഗ് പർപ്പസിൽ സേവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിൽ തന്നെ കൊടുക്കുന്നത്, സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്തു. ഈ സ്റ്റുഡൻറ്റ് നമ്മൾ എന്തായി, ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായി, സ്റ്റുഡൻറ്റ് 5 ഓക്കെ. ഇതിലെന്തായി, നമ്മൾ സ്കൂൾ കൊടുത്തില്ല, സ്കൂൾ ഹെവൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹെവൻസിൽ വന്നു, സ്റ്റുഡൻറ്റ് 5 വന്നു. ഇനിയിപ്പോൾ നമ്മളെന്താണ്, നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് കൊടുക്കുകയാണ്. ഇൻവോയ്സ് ജനറേറ്റ് കൊടുക്കും. അപ്പോൾ ഇതിൽ ഇൻവോയ്സ് ജനറേറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗാർഡിയൻസിന് എന്തായി, മെസ്സേജ് വന്നു, ട്രാൻസ്പോർട്ട് ഇൻവോയ്സ് ഫോർ ടെസ്റ്റ് സ്റ്റുഡൻറ്റ് 5 ആഗസ്റ്റ് എമൗണ്ട് 800 രൂപ പേ ആണ്. ഓപ്പൺ ദ ആപ്പ്, വ്യൂ ഡീറ്റെയിൽ ഓർ മേക്ക് എ പേയ്മെൻറ്റ്. അങ്ങനെ മെസ്സേജ് എന്തായി, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ വന്നു. ഇപ്പോൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു, ഗാർഡിയൻസ് പേയ്മെൻറ്റ് നടത്തി. നമ്മളെന്തായി, അൺപെയ്ഡ് ഇൻവോയ്സ് സ്റ്റുഡൻറ്റ് 5 വന്നു, നമ്മൾ 800 രൂപയാണ് റെക്കോർഡ് പേയ്മെൻറ്റ് വന്നു, പേയ്മെൻറ്റ് പെയ്ഡ് ആക്കി. അപ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് പെയ്ഡ് ആക്കിയപ്പോൾ അപ്പോഴെന്തായി, ഗാർഡിയൻസിന് മെസ്സേജ് പോയത്
നമ്മളെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട് 800 എന്ന് പറഞ്ഞാൽ എന്തായി ഗാർഡിയൻസിന് മെസ്സേജ് ചെയ്യണം. ഇതൊരു എക്സ്ട്രാ ഫീച്ചർ ഇതിലുള്ളതാണ്. അതായത് 4 ഡ്രോപ്പും രാവിലത്തെ പിക്കപ്പ്, സ്കൂളിലെ ഡ്രോപ്പ്, സ്കൂളത്തെ പിക്കപ്പ്, വീട്ടിലെ ഡ്രോപ്പ്, ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ വാട്സപ്പ് നോട്ടിഫിക്കേഷനും പേയ്മെൻറ്റിന് ഗാർഡിയൻസിൻ്റെ നോട്ടിഫിക്കേഷനും വരും. ഇതാണ് അൾട്രയിൽ വരുന്നത്. പിന്നെ സ്റ്റുഡൻറ്റിന് എണ്ണം കൂടുതലാണ്, ആ ഒരു ഫീച്ചറാണ് അൾട്രയിൽ വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു വിൻഡോയിൽ നമുക്ക് മാറ്റങ്ങൾ, സ്ക്രീനിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഫോൺ റൂട്ട് നോട്ടിഫൈ ചെയ്യുന്നത്. ബാക്കിയൊക്കെ സെയിമാണ്. ഇത് എക്സ്ട്രാ ഫീച്ചറാണ് അതിലുള്ളത്. ഇനി അപ്കമ്മിങ് ഫീച്ചേഴ്സാണ് അത് വരുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് വ്യത്യാസം വരും. നമുക്കിവിടെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഓപ്ഷനും കൂടി നമ്മൾ ജിയോളജിക്കൽ ആഡ് ചെയ്യാനുള്ളൊരു അപ്ഡേറ്റിംഗ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരാൾക്കും ആപ്പിൽ ലോഗിൻ ചെയ്യുക, കുട്ടീനെ സെലക്ട് ചെയ്യുക, റൂട്ട് കൊടുത്താൽ നമുക്ക് അവിടെ കാണാൻ കഴിയും, റൂട്ട് കാണാൻ കഴിയും. ഇതാണ് ഇതിൽ അൾട്രയിലുള്ളത്. അൾട്രൻ്റെ ബാക്കിയൊക്കെ സെയിമാണ്. ഈ 2 ഫീച്ചറാണ് ഇതിലുള്ളത്. ഇൻവോയ്സ് ജനറേറ്റ്, ഇൻവോയ്സ് വാട്സപ്പിൽ വരുന്നു, പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റിന് നോട്ടിഫിക്കേഷൻ വരുന്നു. ഇത് പിന്നെ ഒരു മൾട്ടി ടെനൻ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പേയ്മെൻറ്റ് റിസീവ് ചെയ്താൽ ഓട്ടോമാറ്റിക് റെസീപ്റ്റ് വരില്ല. ഇത് നമ്മൾ മാനുവലായിട്ട് തന്നെ റിസീവ് ചെയ്യണം. അപ്പോൾ ഗാർഡിയൻസ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലാണ് അയക്കണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാതെ മാനുവലി ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ പേയ്മെൻറ്റ് ഡ്രൈവർ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരും. ഇതാണ് നമ്മുടെ അൾട്രൻ്റെ ഫീച്ചർ.